ذكر الأنبياء عبادة وذكر الصالحين كفارة. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ സച്ചരിതരായ ഇഷ്ടദാസന്മാരെ കുറിച്ച്, ഔലിയാക്കളെ കുറിച്ച് നാം അനുസ്മരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഒക്കെ പൊറുക്കാനുള്ള ഒരു ഫൈനാണ്, ഒരു പ്രായശ്ചിത്തമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ ഉസ്താദ് മഹത്തായ മജ്ലിസിന്റെ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞ് കൂട്ടത്തിൽ പറഞ്ഞ നാമൊക്കെ വേണ്ടുവോളം അത് ശ്രദ്ധയിൽ അല്ലെങ്കിൽ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്തരം മജ്ലിസുകളിൽ നമ്മുടെ മക്കളെ നാം കൊണ്ടുവരണമെന്നുള്ള ഒരു പ്രയോഗം അവിടെ നടത്തിയിരുന്നു. ആ ഒരു വാക്കിന് ഞാൻ പ്രത്യേകം അടിവരയിടുകയാണ്. ഇതുപോലെയുള്ള മഹത്തായ മജ്ലിസുകളിൽ നമ്മുടെ മക്കളെ കൊണ്ടുവന്നവരെ ഈ പരിപാടിയിൽ സംബന്ധിപ്പിക്കുമ്പോൾ ആ മക്കളും ഉന്നതരും ഉയർന്നവരും സാലിഹീങ്ങളും പൊരുത്തമുള്ളവരുമായി മാറാൻ നിദാനമാകുമെന്നുള്ളതിൽ സംശയമില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഇന്ത്യയുടെ സുൽത്താനായ ഔലിയാക്കളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ചെറിയ പ്രായത്തിൽ പാപ്പ മരണപ്പെട്ടു. 11 വയസ്സിന് ശേഷം 11 വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത്, അല്ലെങ്കിൽ 14 വയസ്സ്, പ്രായങ്ങൾ പലതുണ്ട്. ആ സമയത്താണ് അവിടുത്തെ പിതാവ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഗിയാസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നത്. വലിയ സമ്പന്നനായിരുന്നു. മരണത്തിന് മുമ്പ് അവിടുത്തെ മുഴുവൻ സമ്പാദ്യങ്ങളും ദീനിന്റെ വഴിയിൽ സദഖ ചെയ്ത് അവസാനം അവിടുത്തെ മകനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ 2 തോട്ടങ്ങൾ അനന്തരമായി ലഭിച്ചു. അവിടത്തേക്ക് കേവലം 15 വയസ്സുണ്ടാകും. നമ്മുടെ മക്കളുടെ 11, 15 വയസ്സ് പ്രായം ചെറുതാ, ഒന്നും തിരിയാനായിട്ടില്ല, ഒക്കെ വലുതാവുമ്പോൾ ശരിയാവും എന്ന് പറഞ്ഞ് അവരെ നിയന്ത്രിക്കാതെ പലപ്പോഴും കയറൂരി വിടുന്ന ഒരു അവസ്ഥാവിശേഷമുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഉപകരിക്കേണ്ട സമയത്ത് നമ്മുടെ മക്കൾ ഉപകരിക്കാതെ പോകുന്നത്. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ബാപ്പയുടെ മരണത്തിന് ശേഷം അവിടുത്തെ അനന്തരമായി ലഭിച്ച ആ തോട്ടത്തിൽ അവിടുന്ന് തന്നെയാണ് എല്ലാ തൊഴിലുകളും ചെയ്യലുകളും. കാരണം ഇസ്ലാമില് തൊഴിൽ ചെയ്യാന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യം. ആ ഒരു നിയത്തോടു കൂടി തൊഴിൽ ചെയ്താലും വലിയ ഇബാദത്താണല്ലോ. അങ്ങനെ ബഹുമാനപ്പെട്ട അവിടുത്തെ തോട്ടത്തിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മുന്തിരിത്തോട്ടത്തിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ആ തോട്ടത്തിലേക്ക് അന്നത്തെ ഇറാഖിലെ ബഗ്ദാദിലെ ഏറ്റവും വലിയ ശൈഖും വലിയും ആരിഫും അല്ലാഹുവിന്റെ ചിന്ത കൊണ്ട് ഈ ദുനിയാവിന്റെ മുഴുവൻ കാര്യങ്ങളും മറന്ന് അൽ മജ്ദൂബ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം കന്ദൂസി റളിയല്ലാഹു അൻഹു ആ തോട്ടത്തിലേക്ക് കയറി വരികയും ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ ഒരു ബാലനാണെങ്കിൽ പോലും ആ മഹാനെ കണ്ടപ്പോൾ വല്ലാതെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒരുപാട് മുന്തിരികളും അതുപോലെ തന്നെ കാരക്കയും ഈത്തപ്പഴൊക്കെ കൊടുത്ത് ആ മഹാനെ സൽക്കരിച്ചു. അവിടുത്തെ ആ ഒരു ആദരവും സൽക്കാരവും ഒക്കെ കണ്ട് അതിൽ ഇഷ്ടം തോന്നിയ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അൽ മജ്ദൂബ് ഇബ്രാഹിം കന്ദൂസി റളിയല്ലാഹു അൻഹു തന്റെ കീസിലുണ്ടായിരുന്ന, തന്റെ കവറിലുണ്ടായിരുന്ന നല്ലൊരു പഴം അതെടുത്ത് വായിലിട്ട് ചവച്ചരച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിനെ അത് ഭക്ഷിപ്പിക്കുകയാണ്. അതിനുശേഷം ആത്മീയമായ ചില ഉപദേശങ്ങൾ കൊടുത്തു. അവിടുന്ന് അങ്ങോട്ട് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ ഹാലും ജീവിതമൊക്കെ ആകെ മാറുക. ഭൗതികമായ എല്ലാത്തിനോടും അവിടുന്ന് വെറുപ്പ് വരാൻ, ദുനിയാവിനോട് ദേഷ്യം വന്ന ആ ഒരവസ്ഥയിലേക്ക് എത്തി. ആത്മീയമായ ഉന്നതമായ സ്ഥാനത്തേക്ക് ദിനം പ്രതി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അതിന് നിദാനമായത് ഒരു സൂഫിയുടെ, ഒരു മഹാന്റെ ദുആവും അവിടുത്തെ
നമ്മുടെ മക്കളെ നാം പഠിപ്പിക്കണം. ഹനഫി മദ്ഹബിലെ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായ അല്ലാമ സർനുജി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരെങ്കിലും അവരുടെ മക്കൾ ഉഖ്റവിയായ ആലിമീങ്ങളാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളെ ബഹുമാനിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും വേണമെന്ന് പ്രത്യേകം ചെയ്യുകയും ഇക്റാം ചെയ്യുകയും ബഹുമാനപ്പെട്ട അല്ലാമ സർനുജി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മക്കൾ ആലിമീങ്ങളാവാൻ, ഉയരാൻ, നന്നാവാൻ കാരണമാകും. വേറെ എത്ര ഉപദേശിച്ചിട്ടും നിർദ്ദേശിച്ചിട്ടും അടിച്ചിട്ടൊന്നും നമ്മളെ മക്കൾ നന്നാവാൻ പോകുന്നില്ല. ഏതെങ്കിലും മഹത്തുക്കളുമായിട്ടുള്ള സഹവാസം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. ഏത് മഹാന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും, ഏത് ഔലിയാക്കളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ഉന്നതമായ സ്ഥാനത്തേക്ക്, ഉത്തുംഗതിയിലേക്ക് അവർ ഉയരാൻ ഏതെങ്കിലും ഒരു മഹാന്മാരുടെ ഔലിയാക്കളുടെ ഒരു കാരണം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ മക്കളെയും ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളെ കൊണ്ട്, സദാത്തുക്കളെ കൊണ്ട്, മഹത്തുക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും മന്ത്രിപ്പിക്കുകയും അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാരുടെ മസാറുകളിൽ കൊണ്ടുപോയി സിയാറത്ത് ചെയ്യിപ്പിക്കുകയും അങ്ങനെ ഉയർത്താൻ ശ്രമിക്കണം. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ജിസ്ല അജ്മീരി റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരണമെന്ന സ്വപ്നത്തിലൂടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുകയാണ്. ഉടനെ മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ തവാഫും കാര്യങ്ങളൊക്കെ ആയി സമയം ചിലവഴിച്ചതിന് ശേഷം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിലേക്ക് പോയപ്പോ ആ റൗളയിൽ നിന്നും ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ജിസ്ല അജ്മീരി റളിയല്ലാഹു അൻഹു ഉറക്കിലല്ല, ഉണർച്ചയിൽ കാതുകൊണ്ട് കേൾക്കുകയാ, യാ മുഈനുദ്ദീൻ അൻത സുൽത്താനുൽ ഹിന്ദ്. മുഈനുദ്ദീനെ, നീ ഇന്ത്യയുടെ ഭരണാധികാരിയാണ്. നീ ഇന്ത്യയിലേക്ക് പോകണം. അവിടെയാണ് നിനക്കുള്ള വാസയോഗ്യവും വാസസ്ഥലവും നിന്റെ മസാറും നിന്റെ മരണത്തിന് ശേഷമുള്ള മഖ്ബറയും ഒക്കെ ഇന്ത്യയിലാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചരിത്രം വിശാലമാണ്. ഞാൻ ബറക്കത്തിന് വേണ്ടി അല്പം പറഞ്ഞു. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദോഷങ്ങളും അള്ളാഹു മാപ്പാക്കി തരുമാറാവട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ, തെറ്റില്ലാത്ത ഹറാമില്ലാത്ത, ഒരാൾക്കും ഒരു ഉപദ്രവമില്ലാത്ത ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവര് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ചരിത്രം നമ്മൾ ഓർഡർ പ്രകാരം പറയുമ്പോൾ നീണ്ടുപോകുമെന്നുള്ള ഭയം കൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ഈ ബീവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ മജ്‌ലിസുകളിലും നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യം എപ്പോഴും ഉറപ്പുവരുത്തണം. ഔലിയാക്കളിൽ ഖാജാ മുഈനുദ്ദീൻ ജിസ്ല അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ എത്ര പാപികളാണെങ്കിലും, എത്ര ദോഷികളാണെങ്കിലും, നാം എല്ലാ നിലക്കും എത്ര സ്ഥാനം കുറഞ്ഞവരാണെങ്കിലും, നമ്മൾ അവരോട് സങ്കടം പറയുമ്പോൾ വളരെ പെട്ടെന്ന് അലിവോടുകൂടി കരുണയോടുകൂടി ഏറ്റെടുക്കുന്ന മഹാനാ ഖാജാ മുഈനുദ്ദീൻ ജിസ്ല അജ്മീരി റളിയല്ലാഹു അൻഹു. നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ കാര്യങ്ങളൊന്ന് ഖാജാ തങ്ങളിലേക്ക് സമർപ്പിച്ചു നോക്കൂ, ഏറ്റെടുക്കൂ. അങ്ങനെയുള്ള മഹാന ബഹുമാനപ്പെട്ട കുത്തുബുകളിൽ മൂന്നാമനായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആണ് അവർ. ഔലിയാക്കളിൽ ഏറ്റവും ദേഷ്യമുള്ള ഒരു വലിയ ബഹുമാനപ്പെട്ട താജുൽ ഔലിയാ ശൈഖ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു. നബിമാരിൽ ഏറ്റവും ദേഷ്യമുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. അങ്ങനെ പല ടൈപ്പിലുള്ള ഔലിയാക്കളും പല സ്വഭാവത്തിലുള്ള നബിമാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഖാജാത്തങ്ങൾ നാം എത്ര പാപികളാണെങ്കിലും ദോഷികളാണെങ്കിലും എത്ര തരം താഴ്ന്നവരാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി അവിടത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ സമർപ്പിക്കുമ്പോ
അവർ നമ്മൾ ഏറ്റെടുക്കും. ഈ മജ്ലിസ് ഇന്നു മുതൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഹാജാത്തങ്ങളിലേക്ക് സമർപ്പിക്കാനുള്ളൊരു നിധാനമാവണം ഈ മജ്ലിസ്. അവിടത്തേക്ക് ഒരു ഫാത്തിഹയെങ്കിലും എപ്പോഴും ഓതി ഇൻഷാ അല്ലാഹ് അവിടുത്തെ ബന്ധം, കണക്ഷൻ നാം ഉണ്ടാക്കണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. അജ്മീറിലുണ്ടാകുമ്പോൾ എല്ലാ ദിവസവും അജ്മീറിൽ ഇശാ നിസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ട് അതിനുശേഷം മക്കയിലേക്ക് പോയി തവാഫും കഴിഞ്ഞ് സുബഹിയാകുമ്പോൾ അജ്മീറിലേക്ക് വരും. അവിടുത്തെ കറാമത്ത് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ദിവസവും അജ്മീറിൽ ഇശാ നിസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുത്ത മഹാൻ ആ ഇശാ നിസ്കാരം കഴിഞ്ഞ് എവിടെ എത്തുന്നു? മക്കയിലെത്തുന്നു. അജ്മീർ എവിടെയാ? നമ്മുടെ ഇന്ത്യയിൽ. മക്ക എവിടെയാ? സൗദി അറേബ്യ. ഫ്ലൈറ്റിലല്ല, കപ്പലിലല്ല, വാഹനങ്ങളിലൊന്നുമല്ല. അവിടുത്തെ കറാമത്ത് കൊണ്ട്. ഇതാണ് മഹാന്മാർ, ഔലിയാക്കള്. ഒരേ സമയത്ത് പല സ്ഥാനത്തുണ്ടാവും, പല സ്ഥലത്തുണ്ടാവും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ, അവിടെ ഖില്ലത്തിന്റെ തൻവീന, കുറഞ്ഞ സമയം കൊണ്ട്, രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ അവിടെ എത്തി. അവിടുന്ന് ഏഴാകാശവും കടന്ന് അള്ളാഹിന്റെ അടുത്ത് പോയി തിരിച്ചു വന്നു. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രത്യേക ഒരു അമാനുഷികതയാണ്. അങ്ങനെ ഹാജാത്തുകൾ അവിടുത്തെ ചെറിയൊരു കറാമത്ത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എല്ലാ ദിവസവും അജ്മീറിൽ നിന്നും ഇശാ നിസ്കരിച്ച് മക്കയിൽ പോയി തവാഫും കഴിഞ്ഞ് സുബഹിയാകുമ്പോൾ അജ്മീറിലെത്തും. ഒരു ദിവസം അവിടുന്ന് 2 ഖത്മ് തീർക്കും ഖുർആനിൽ. അവരെ കറാമത്ത് ചിന്തിച്ചു സാധാരണക്കാർക്ക് കഴിയൂല. 70 വർഷം തുടരെ നോമ്പായിരുന്നു ഖാജാ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് ഈ മഹത്തായ മജ്ലിസ് നാം മുറുകെ പിടിക്കണം.